ഹലോ എവരി വൺ, വെൽക്കം ടു കുക്ക് ബുക്ക് ആൻഡ് മൈ ജേർണീസ്. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഞങ്ങളൊരു യാത്രാ ട്രിപ്പ് പോവുകയാണ്. അപ്പം അതിന് വേണ്ടിയിട്ട് ഒരു ഹെൽത്തി ഫുഡ് എന്താ ഉണ്ടാക്കേണ്ടതെന്ന് ഇങ്ങനെ തീരുമാനിച്ചു. അപ്പം നട്ട്സിൻ്റെ ഫുഡ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ നട്ട്സിൻ്റെ ഫുഡാണ് ഇന്ന് നമ്മൾ ഉണ്ടാക്കി കൊണ്ടുവന്നത്. ഒരു ലഡ്ഡു പോലെ ഇത് വറുത്ത് ഒന്ന് പിടിച്ച് സ്ലൈറ്റായിട്ടൊന്ന് വറുത്തിട്ട് ഇതൊന്ന് പൊടിച്ച് ഉരുട്ടിയെടുക്കുകയോ ഏത് ഓവൽ ഷേപ്പിലാക്കി ഏത് ഷേപ്പിൽ വേണമെങ്കിലും നമുക്ക് കൊണ്ടുപോകാം. അപ്പോൾ കയ്യിലിരിക്കുകയും ചെയ്യും, നമുക്കങ്ങനെ വിശക്കത്തുമില്ല. നമ്മൾ കുറച്ച് പ്രായമായവരാ, 60 വയസ്സിൽ മേലാവുന്നു. അപ്പോൾ അത് കാരണം നമുക്ക് കുറച്ച് ഹെൽത്തി ആയിട്ടുള്ള ഒരു ആഹാരം കയ്യിലിരിക്കട്ടെ എന്ന് വിചാരിച്ചു. ട്രെയിനിലുള്ള മറ്റുള്ള സാധനങ്ങളൊന്നും വാങ്ങിച്ച് കഴിച്ചിട്ട് അസുഖങ്ങൾ ഉണ്ടാവണ്ട എന്ന് വിചാരിച്ചിട്ട് നമ്മളിന്ന് ഉണ്ടാക്കുകയാണ്. അങ്ങനെ അപ്പോൾ ഇതിന് വേണ്ടുന്ന ഇൻഗ്രീഡിയൻസ് എന്താണെന്ന് പറയാം. ഈത്തപ്പഴം ഇങ്ങനെ കുരു കളഞ്ഞിട്ട് എടുത്ത് വെച്ചിരിക്കുന്നതാണ് ഈത്തപ്പഴം. പിന്നെ ബദാം, അണ്ടിപ്പരിപ്പ്, ചിയ സീഡ്, ഫ്ലെക്സ് സീഡ്, മുന്തിരിങ്ങ, കറുത്ത ഉണക്ക മുന്തിരിങ്ങ, കുരുവില്ലാത്ത, പിന്നെ വാൾനട്ട്, കടല, പിസ്ത, പംകിൻ സീഡ്, പച്ചയും വെള്ളയും, അങ്ങനെ രണ്ടും കൂടെ കലർത്തിയതാണ്. അപ്പോൾ ഇതെല്ലാം കൂടെ സ്ലൈറ്റായിട്ടൊന്ന് വറുക്കുക എന്ന് വെച്ചാൽ ചീത്തയാവാതിരിക്കാൻ വേണ്ടിയിട്ട് വറുത്തിട്ട് ഇത് മിക്സിയിലിട്ട് ഒരു തരിതരിപ്പായിട്ട്, ഒരുപാടങ്ങ് മൈ പോലെ അരയണ്ട, ഒരു തരിതരിപ്പായിട്ട് കുറച്ച് ഇതുപോലെ അരഞ്ഞിട്ട് അത് ഉണ്ട പിടിക്കുന്ന രീതിയിൽ ആക്കി ഉണ്ട പിടിക്കുകയോ അല്ലെങ്കിൽ ഓവൽ ഷേപ്പിൽ ഉണ്ടാക്കി ഏത് രീതിയിൽ വേണമെങ്കിലും നമുക്ക് പാക്ക് ചെയ്ത് കൊണ്ടുപോവാം. ഇത് ഞാൻ വറുത്ത് പൊടിച്ചിട്ട് കാണിക്കാം, എങ്ങനെയെന്നുള്ള കാര്യം കാണിക്കാം, നോക്കാം. ഇപ്പോഴും നമ്മളിത് വറുക്കാൻ പോവുകയാണ്. ചട്ടി വെച്ചിട്ട് ഒന്നൊന്നായിട്ട് ഇടുക. അപ്പോൾ ആദ്യം നമ്മൾ ഈ സീഡുകൾ ഇടുക, ചിയ സീഡ്, അത് കഴിഞ്ഞിട്ട് ചിയ സീഡും ഫ്ലെക്സ് സീഡും ഇടുകയാണ്. ഇതിൽ എണ്ണയൊന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല. എണ്ണ ഒഴിക്കാതെ തന്നെ ഇത് ചൂടായി വരും. ചെറിയ ചൂടായാൽ മതിയാവും. അപ്പോൾ ചെറിയ ചൂടായിട്ട് ഇത് എടുത്ത് വേറൊരു പാത്രത്തിലേക്ക് ഇടുക. ഓരോന്ന് വറുത്തിട്ട് അങ്ങോട്ടിടണം. എന്നിട്ട് അണ്ടിപ്പരിപ്പ് ഒന്ന് ചെറിയ ചൂടാക്കിയാൽ മതി. ചൂടായിട്ട് അത് പാത്രത്തിൽ നിന്ന് മാറ്റിയിടണം. അങ്ങനെ ഒന്നൊന്നായിട്ട് ഓരോന്നും വറുത്തിട്ട് നമ്മൾ ഇടുക. ഇതിനകത്ത് നമുക്ക് തേൻ വേണമെങ്കിൽ ഒഴിക്കാം. അപ്പം നമ്മൾ തേൻ ഒഴിക്കുന്നില്ല. ഇതിനകത്ത് പിന്നെ എല്ലാ എണ്ണമയം ഇതിനകത്ത് തന്നെ വന്നു ചേരുന്നുണ്ട്. അതുകൊണ്ട് നമുക്ക് തേൻ ഒഴിക്കേണ്ട ആവശ്യമില്ല. ഇത്രയും വറുത്താൽ മതി. ഇത് അണ്ടിപ്പരിപ്പ്, പിന്നെ ഈത്തപ്പഴം ഇടുന്നത് കൊണ്ട് ഒന്നും കൂടെ അത് കൊഴുകൊഴുപ്പായിട്ടിരിക്കും. പിന്നെ ബദാം ഇടണം. ബദാം ഇട്ട് അത് ഒന്ന് ചെറുതായിട്ടൊന്ന് ചൂടാക്കിയാൽ മതി. പിന്നെ ഈത്തപ്പഴം വറക്കേണ്ട ആവശ്യമില്ല. അത് അതിൻ്റെ കൂടെ അരച്ച് ചേർക്കുന്നതേ ഉള്ളൂ. അതേപോലെ പിസ്തയും ഒന്ന് ചൂടാക്കിയാൽ മതി. പിന്നെ പംകിനും ഒന്ന് ചൂടാക്കുക, വാൾനട്ടും അതേപോലെ തന്നെ. അപ്പം അങ്ങനെ ഇതെല്ലാം ചൂടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ വാൾനട്ട് ഇടുകയാണ്. ഒന്ന് ചൂടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒന്ന് ആറാൻ വയ്ക്കണം, അത്ര തന്നെ. ആറി കഴിഞ്ഞിട്ട് വേണം നമ്മളിതൊക്കെ പൊടിക്കാൻ. അല്ലാതെ ചൂടോടെ പിടിച്ചാൽ ഇതാ മിക്സിയും തെറിച്ച് പോവും, അങ്ങനെ ചൂടോടെ കൂടി പൊടിച്ചാൽ. അതുകൊണ്ടാണ് ആറണമെന്ന് പറഞ്ഞത്. അല്ലാതെ നമ്മൾ വറുത്ത ഉടനെ തന്നെ അത് അങ്ങനെ തന്നെ ഉടനെ പൊടിക്കല്ലേ. അങ്ങനെ അടുത്തത് നമ്മൾ കടലയാണ് ഇടുന്നത്. കടലയും ഹെൽത്തിന് നല്ലതാണ്. അതുകൊണ്ട് കുറച്ച് കടല നമുക്ക് ചേർക്കാം, ആവശ്യത്തിന് എത്രയെന്ന് വെച്ചാൽ. കടലയും ഒന്ന് ചൂടായി കഴിഞ്ഞു ഒരുപാട് എന്ന് പറഞ്ഞത്. ഇനി ഈ പംകിൻ സീഡ് ഇടുവാണേ. അടുത്തത് പംകിൻ സീഡ് ഇട്ട് അതും ഒന്ന് ചെറിയ രീതിയിൽ ഒന്ന് വറുക്കുക. പിന്നെ ഉണക്ക മുന്തിരിങ്ങയുണ്ട്, അത് നമുക്ക് വറുക്കാനിടണ്ട. ഇതിൻ്റെ കൂടെ ഒരു കടിക്കാൻ വേണ്ടിയിട്ട് ഇതെല്ലാം നമ്മൾ വറുത്ത് കഴിഞ്ഞു. ഇനി നമ്മളിതൊന്ന്
പൊടിക്കുക. ഒന്ന് പൊടിച്ചിട്ട് കുഴച്ച് എടുക്കുക. ഞാൻ പറഞ്ഞില്ലേ ഏത് പരുവത്തിൽ വേണമോ ആ പരുവത്തിൽ. അപ്പോൾ ഇത് ചൂടാറിയിട്ടുണ്ട്. എല്ലാം എടുത്തെടുത്ത് വയ്ക്കുമ്പം ചെറുതായിട്ട് സ്ലൈറ്റായിട്ടല്ലേ വറുത്തത്, അതുകൊണ്ട് ഇത് ചൂടാറിയിട്ടുണ്ട്. പിന്നെ മുന്തിരിങ്ങ വന്നിട്ട് നമ്മൾ ഇതിൻ്റെ കൂടെ ഒന്ന് കടിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ മുഴുവനെ തന്നെ ഇടും. അത് വറുക്കേണ്ട ആവശ്യമില്ല. മുന്തിരിങ്ങ വറുക്കേണ്ട ആവശ്യമില്ല. ഈത്തപ്പഴവും വറുക്കേണ്ട ആവശ്യമില്ല. അതും അങ്ങനെ തന്നെ വെച്ചിരുന്നാൽ അതിൻ്റെ കൂടെ തന്നെ ഈത്തപ്പഴം പൊടിച്ചിട്ടാണ് ഇതാക്കുന്നത്. അപ്പോൾ അതിനകത്ത് എണ്ണമയം ഉണ്ടാവും. പിന്നെ തേൻ ഒഴിക്കേണ്ട ആവശ്യമില്ല. ചെറിയ കുട്ടികൾക്ക് കൊടുക്കുകയാണെങ്കിൽ മാത്രം തേൻ ഒഴിച്ചാൽ മതി. ചെറിയ കുട്ടികൾക്കും ഇത് കൊടുക്കാം. ദിവസം സ്കൂളിൽ പോകുന്ന സമയത്തും ഒരു ലഡു കൊടുക്കുന്നത് നല്ലതാണ്. അല്ലെങ്കിൽ സ്നാക്സ് ആയിട്ട് അവർക്ക് കൊടുത്തയക്കാവുന്നതും നല്ലതാണ്. അങ്ങനെ നല്ല ഒരു ഹെൽത്തി ഫുഡാണ് ഇന്ന് ഇവിടെ ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ ഇത് ഞാൻ പൊടിച്ചിട്ട് കൊണ്ടുവന്ന് കാണിക്കാം. ലഡാക്കി എടുത്തിട്ട് നട്ട്സുകളെല്ലാം പൊടിച്ച് കഴിഞ്ഞ് കണ്ടില്ലേ, ഇതിനകത്ത് എണ്ണമയം പോലെ ഉണ്ട് കണ്ടോ, ഉരുട്ടിയാൽ. ഇതിന് നമുക്ക് തേൻ ഒഴിക്കേണ്ട ആവശ്യമില്ല. പിന്നെ നമ്മൾ ഏജായവർക്ക് തേനിൻ്റെ ആവശ്യമില്ല. കുട്ടികൾക്ക് കുറച്ച് തേൻ ഒഴിക്കുന്നത് നല്ലതാണ്. പിന്നെ ഇതിനകത്ത് പഞ്ചസാരയോ ശർക്കരയോ ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല. നല്ല ഇതായിട്ട് കിട്ടും. ആവശ്യത്തിനുള്ള മധുരവും ഇതിനകത്തുണ്ട്. കാര്യം ഈത്തപ്പഴം ചേരുന്നത് കാരണം ആവശ്യത്തിനുള്ള മധുരവും ഇതിനകത്ത് അടങ്ങിയിട്ടുണ്ട്. പിന്നെ ഇതിനെ നമ്മൾ ലഡു ഏത് ഷേപ്പിൽ വേണമെങ്കിലും ആക്കാമെന്ന് പറഞ്ഞില്ലേ, തണ്ട നീളത്തിലുള്ള ഷേപ്പ് അങ്ങനെ വേണമെങ്കിൽ ഇങ്ങനെ ആക്കാം. ലഡു പോലെ ഉരുട്ടിയിട്ടെടുക്കാം. ഇങ്ങനെ ഓവൽ ഷേപ്പ് പോലെ ആക്കിയെടുക്കാം. ഇങ്ങനെ റൗണ്ട് പോലെ ആക്കിയെടുക്കാം. ഏത് ഷേപ്പിൽ വേണമെങ്കിലും ആക്കിയെടുത്ത് കുഞ്ഞുങ്ങൾക്കും ഇതായിട്ട് കൊടുക്കാം. അപ്പോൾ അവർക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ ഇത് അവർക്ക് കൊടുക്കാനും. തേന് തന്നെ ഇങ്ങനെ ഒരു മനുഷ്യൻ്റെ കണ്ണും വായും എല്ലാം വെച്ച് കൊടുക്കുമ്പോൾ കുഞ്ഞുങ്ങൾക്ക് അതൊരു ഇഷ്ടമായി തീരും. അപ്പോൾ അവർ സ്കൂളിൽ നിന്നൊക്കെ വിട്ടിട്ട് വരുമ്പോൾ അവർക്ക് അങ്ങനെയും കൊടുക്കാം. സ്നാക്സ് ആയിട്ടും കൊണ്ടുപോകാനും പറ്റും. അപ്പം സ്നാക്സ് ആയിട്ട് കൊണ്ടുപോകുമ്പോൾ അതിൻ്റെ പേർത്ത് തേൻ ഒഴിച്ചാൽ പറ്റില്ല. ഇതിനകത്ത് തന്നെ തേൻ ഒഴിച്ചിട്ട് ഇളക്കി അവർക്ക് ഇട്ട് കൊടുക്കണം. കൂടെ ഒരു ചെറിയ സ്പൂണും വെച്ച് കൊടുക്കണം. അപ്പോൾ അത് കയ്യിലാവാതെ അവരത് കഴിക്കും. കൂടെ ഒരു പേപ്പറും കൊടുത്ത് വിടേണ്ടതാണ് അത്യാവശ്യം. അപ്പോൾ കുഞ്ഞുങ്ങൾക്കും ഏറ്റവും ആരോഗ്യകരമാണ്. വയസ്സായവർക്കും ചെറുപ്പക്കാരായ നമ്മൾക്കും ഓടിയിട്ടൊക്കെ വരുമ്പോൾ ഇത് രണ്ട് കഴിക്കുന്നത് നല്ലതാണ്. ഞാൻ എൻ്റെ മക്കൾക്ക് ഞങ്ങൾ നടന്നിട്ടൊക്കെ വരുമ്പോഴും ഓടിയിട്ടൊക്കെ വരുമ്പോൾ നമ്മളിത് ഇടയ്ക്ക് ഇങ്ങനെ കഴിക്കും. എന്നും നമ്മളിപ്പോൾ നിത്യം കഴിക്കണമെന്നില്ല. കഴിക്കുകയാണെങ്കിൽ ഒന്നൊക്കെ കഴിക്കാം. അതിൽ കൂടുതൽ ആരോഗ്യമുള്ളവർക്ക് 2, 3, 4 എക്സസൈസൊക്കെ ചെയ്തിട്ട് വരുമ്പോൾ അവർക്ക് കഴിക്കുന്നതിൽ നല്ലതേ ഉള്ളൂ. കുഴപ്പമൊന്നുമില്ല. അപ്പോൾ നിങ്ങളും ഒന്ന് ഉപയോഗിച്ച് നോക്കുക എങ്ങനെയുണ്ടെന്നുള്ളത്. അപ്പം നമുക്ക് ഹെൽത്തായിട്ടിരിക്കാനുള്ള ഒരു നട്ട്സിൻ്റെ ഒരു നല്ല ഒരു പ്രോട്ടീനും എല്ലാം അടങ്ങിയിട്ടുള്ള ഒരു നല്ലൊരു ആഹാരമാണ്. ഇത് ഹെൽത്തിന് നല്ലതാണ്. ഞാൻ പറഞ്ഞില്ലേ, ഇത് നമുക്ക് ഹെൽത്തി ആയിട്ടിരിക്കാനും നല്ലൊരു ആഹാരമാണ്. എല്ലാവരും ഒന്ന് ഉപയോഗിച്ച് നോക്കുക. നമുക്ക് യാത്രയിലും കൊണ്ടുപോകാം. അപ്പോൾ കുട്ടികൾക്കും കൊടുക്കാം, നമുക്കും അമ്മമാർക്കും പിന്നെ ചെറുപ്പക്കാരായ മക്കൾക്കും മരുമക്കൾക്കും എല്ലാവർക്കും ഇത് ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ യാത്രയിലാകുമ്പോൾ നമുക്ക് ക്ഷീണവും കാണത്തില്ല. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും ഒന്ന് ഉപയോഗിച്ച് നോക്കുക. എപ്പോഴും നമുക്ക് ഇത് ചെയ്യുന്നത് നല്ല കാര്യമാണ്. കടയിൽ നിന്നൊന്നും ഇങ്ങനെയുള്ള ആഹാരങ്ങളൊന്നും കിട്ടില്ല. അപ്പോൾ അത് നമുക്ക് വാങ്ങിക്കേണ്ട ആവശ്യമില്ല. നമ്മുടെ ശരീരം നന്നായിരിക്കും. ഓക്കെ, അടുത്ത ഒരു എപ്പിസോഡുമായി കാണുന്നത് വരെ ഓക്കെ, ബൈ.